ഷാരോൺ കൊലക്കേസിൽ ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദമാണ് നടക്കുന്നത്. ശിക്ഷാവിധി സംബന്ധിച്ച വാദമാണ് ഇപ്പോൾ നടക്കുന്നത് നെയ്യാറ്റിൻകര കോടതിയിൽ. ഇന്നലെ തന്നെ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നടക്കുന്ന വാദം ഗ്രീഷ്മ സഹിച്ചത് ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഗ്രീഷ്മ നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നു. ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട് എന്ന് വാദിക്കുന്നു. ഇപ്പോൾ അമൽ തേനമ്പറമ്പൻ വിവരങ്ങളുമായുണ്ട്. അമൽ, ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്തു. ഈ ബ്ലാക്ക് മെയിൽ സഹിക്കാൻ വയ്യാതെ, ഒരാളും സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്നുള്ളതാണ് അവിടെ പ്രതിഭാഗം വാദിക്കുന്നത്. വിവിധ കേസുകൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രതിഭാഗം. ഇപ്പോൾ ശിക്ഷാവിധിയിന്മേലുള്ള വാദമാണ് പുരോഗമിക്കുന്നത്. ഇന്നലെ ഈ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇന്ന് പരമാവധി ശിക്ഷ ഒഴിവാക്കുക, ആ തീരുമാനത്തിലേക്ക് കോടതി പോകാതിരിക്കുക എന്നൊരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ ശക്തമായ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എങ്ങനെയാണ് വധശിക്ഷ നൽകാൻ കഴിയുക എന്നുള്ളതാണ് പ്രതിഭാഗം ചോദിക്കുന്നത്. സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത്. ഗ്രീഷ്മയ്ക്ക് ഇതിനു മുൻപ് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമില്ല, സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമില്ല. പക്ഷേ ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ട് എന്നതുകൂടി ആവർത്തിച്ച് പറയുകയാണ് പ്രതിഭാഗം. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഏറ്റവും അവസാന ഘട്ടത്തിൽ ഏറ്റവും ശക്തിയുക്തമായ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഇരുഭാഗവും. കോടതിയിൽ എത്ര സമയം കൂടി ഉണ്ടാകും ഈ കേസ് പരിഗണിക്കുന്നത്? മാധു, ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ, ഇതിന് വാദം ആരംഭിച്ച ഘട്ടത്തിൽ മുതൽ തന്നെ ഈ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും കോടതിയിൽ ആവർത്തിക്കുന്നത്. ഷാരോണിന് ഗ്രീഷ്മയുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രീഷ്മ മറ്റൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നു. ഷാരോണിനോട് തന്റെ ജീവിതത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഷാരോൺ അതിന് തയ്യാറായില്ല. ഷാരോണിന് ഗ്രീഷ്മയുമായി അത്രയടുത്ത ബന്ധമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അങ്ങനെ ബന്ധം ഒഴിവാക്കി പോകുന്നതിനോട് ഷാരോണിന് താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നതിൽ ഷാരോണിന്റെ കുടുംബത്തിനും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇരുവരും ഒന്നിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒന്നിച്ച് നടക്കുന്ന കാര്യം, ഇവർ ഒരുമിച്ചാണ് എന്നുള്ള കാര്യം അവിടുത്തെ ആളുകൾക്കും അറിയാമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഷാരോണിന് ഗ്രീഷ്മ പറഞ്ഞത് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഷാരോൺ ഗ്രീഷ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. പ്രത്യേകിച്ചും ചില ദൃശ്യങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്തു. നഗ്ന ദൃശ്യം അടക്കം പകർത്തി എന്നുള്ളതാണ് പറയുന്നത്. കിടപ്പുമുറിയിലെ ദൃശ്യങ്ങളടക്കം ഷാരോൺ പകർത്തി അത് ഉപയോഗിച്ചുകൊണ്ട് ഗ്രീഷ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഒരു കാരണവശാലും തന്റെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കരുത് എന്നുള്ളതായിരുന്നു ഷാരോണിന്റെ ആവശ്യം. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തത് സഹിക്കാൻ കഴിയുന്നത് അപ്പുറമായപ്പോൾ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പ്രതിഭാഗം തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ അത് കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളത് ഇന്നലത്തോടെ ബോധ്യമായ ഒരു കാര്യമാണ്. ഇന്നലെ കോടതി പ്രതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും കൊലക്കുറ്റമടക്കം പ്രതിക്കെതിരെ ചുമത്തി മുന്നോട്ട് പോകാമെന്നൊരു കാര്യം അത് അടക്കം തെളിഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി ഇന്നലെ കോടതി വ്യക്തമാക്കിയതാണ്. അതിനാൽ തന്നെ ഇനിയിപ്പോൾ ഈ വാദങ്ങൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നറിയില്ല. പക്ഷേ കൊലപാതകം നടന്നു എന്ന കാര്യത്തിൽ കോടതി ഇന്നലെ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നതിലൂടെ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. പക്ഷെ അതിനുണ്ടായ പശ്ചാത്തലം ഈ ശിക്ഷാവിധിയിൽ സ്വാധീനിക്കില്ലേ? ഉറപ്പായും സ്വാധീനിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രോസിക്യൂഷനും ഷാരോണിന്റെ കുടുംബവും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം ആവശ്യപ്പെടുന്ന പരമാവധി ശിക്ഷ, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്നുള്ള ശിക്ഷ, അതുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിലവിലെ അവസ്ഥയിൽ കോടതി വിധിയാണ്, അതങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ ഈ അഭിഭാഷകരുമൊക്കെയായി സംസാരിച്ചപ്പോൾ, അവരോട് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ, നിയമവിദഗ്ധരോട് സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റുന്നത്, അവരൊക്കെ പറയുന്നത് പരമാവധി ശിക്ഷയിലേക്ക് ഈ കേസ് പോകില്ല എന്നുള്ളത് തന്നെയാണ്. പരമാവധി ജീവപര്യന്തം എന്നുള്ള നിലയിൽ നിൽക്കും എന്നുള്ളതാണ് അഭിഭാഷകരൊക്കെ പറയുന്നത്. നമ്മളതിൽ കോടതിയുടെ തീരുമാനമാണ്, നേരത്തെ അത് പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നതല്ല. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യണം. എന്തായാലും അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. അതിൽ ഈ പറയുന്ന വാദങ്ങളെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമായി വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, പ്രതിയുടെ പ്രായം. രണ്ട്, പ്രതിയുടെ ഒരു പശ്ചാത്തലം, മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാതിരുന്ന ഒരു പ്രതിയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിയും അതോടൊപ്പം തന്നെ ഷാരോണുമായി ഉണ്ടായിരുന്ന ബന്ധം, ആ ബന്ധത്തിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. ഷാരോണിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നും ഈ വാദത്തിന്റെ സമയത്ത് തെളിയിക്കാൻ ഈ പ്രതിഭാഗത്തിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇതൊക്കെ കണക്കിലെടുക്കും എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം കേട്ടതിന് ശേഷം കോടതി ഒരു തീരുമാനം പറയും. ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട മറ്റൊരു കാര്യം. ഒരുപക്ഷെ ഇന്നുണ്ടാകും. ഇത്രയും പ്രശ്നമുള്ള സങ്കീർണമായ ഒരു കേസാണ്. ഇത്രയും വാദം ഇന്നിപ്പോൾ സാധാരണ നിലയിൽ ഇങ്ങനൊരു കേസൊക്കെ വരുമ്പോൾ പ്രതിഭാഗത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. പ്രതികൾക്ക് പറയാനുള്ളത് വേഗത്തിൽ കേട്ടതിന് ശേഷം ഒരു വിധി പറയുന്നതാണ് മിക്കവാറും കേസുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ചില കേസുകളിൽ മാത്രമാണ് ഈ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷവും പിന്നീട് വാദം ഇങ്ങനെ നീണ്ടുപോകുന്നത്. ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട്
മുൻപ് വാദം ഇങ്ങനെ നീണ്ടുപോകുന്നു. ഇതിപ്പോൾ ഒരുപാട് സമയമായിരിക്കുന്നു. ആദ്യം ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് മറ്റ് കേസുകൾ പരിഗണിച്ചതിന് ശേഷം ഇത് പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. പിന്നീട് ഈ കേസ് ശിക്ഷ എന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുമ്പോൾ പരമാവധി ശിക്ഷ ഇളവ് വേണം, പരമാവധി കുറഞ്ഞ ശിക്ഷയെ നൽകാവൂ എന്നാണ് ആവശ്യപ്പെടുന്നത് പ്രതിഭാഗം. നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. ഇന്ന് തന്നെ ഉത്തരവുണ്ടോ എന്നും തീർത്ത് പറയാൻ കഴിയില്ല.